നമസ്കാരം. ഇന്ന് നമുക്ക് ഓർണമെന്റൽ ഷ്രിമ്പിനെ കുറിച്ച് നോക്കാം. ഒരാൾ ചോദിച്ചിരുന്നു. ഈ ഓർണമെന്റൽ ഷ്രിമ്പ് കോൺസെൻട്രേറ്റ് ചെയ്ത് ബ്രീഡ് ചെയ്യുന്നത് ഇപ്പോൾ ഒരു ട്രെൻഡായിട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ്. പ്ലാന്റ് ടാങ്കിന്റെ ഒക്കെ കൂടുതൽ ചെയ്ത് തുടങ്ങിയ പിന്നെയാണ് ഈ ഓർണമെന്റൽ ഷ്രിമ്പിനെ കുറിച്ച് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം കൂടുതൽ ആൾക്കാർ ചെയ്യുന്നത്. പ്ലാന്റ് ടാങ്കിന്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഷ്രിമ്പിനെ കുറിച്ച് ഒരുപാടൊന്നും പറയാനില്ല, വളരെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറയാനുള്ളൂ. കാരണം അത് ഒരു ചെറിയൊരു സബ്ജക്ട് തന്നെയാണ്. അപ്പോൾ എല്ലാവരും കണ്ടിട്ടുള്ള പലതരത്തിലുള്ള പല റെഡ്, ബ്ലൂ, അല്ലെങ്കിൽ സ്നോബോൾ, വൈറ്റ്, ബ്ലാക്ക്, ഗ്രീന് ഒരുപാട് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇവരുടെ ബ്രീഡിങ് അല്ലെങ്കിൽ ഇവരുടെ ഫുഡ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇവരെ നമുക്ക് കീപ്പ് ചെയ്യണം ഒമ്നിയോറസ് ആണ്, അതായത് മറ്റു മീനിനെ അല്ലെങ്കിൽ ചെറിയ ആൽഗി ബാക്കിയുള്ള എല്ലാം കഴിക്കുന്ന വെറൈറ്റീസ് ആണ്. ഇത് കൂടുതലും ആൾക്കാർ വളർത്തുന്നതെന്ന് പറയുന്നത് പ്ലാന്റ് ടാങ്കിലൊക്കെ ഇടുന്ന ആൽഗി ഈറ്റർ അല്ലെങ്കിൽ ഡെഡ് ആയിട്ടുള്ള ലീഫ് അതെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ടാണ് കൂടുതൽ ചെയ്യുന്നത്. യഥാർത്ഥത്തിൽ പണ്ട് നമ്മുടെ നേറ്റീവ് ആയിട്ടുള്ള സ്പേസിൽ അല്ലെങ്കിൽ പോണ്ടിലെല്ലാം അവിടെയും ഒരു ഷ്രിമ്പ് ഉണ്ടായിരുന്നു. ആ ഷ്രിമ്പാണ് ഡീകേ ആയിട്ടുള്ള നമ്മുടെ എക്കോസിസ്റ്റത്തിനെ വളരെ ഹെൽപ്പ് ചെയ്യുന്നത്. ഡീകേ ആയിട്ടുള്ള സാധനങ്ങൾ കഴിച്ച് അതിനെ ലാമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഷ്രിമ്പിന്റെ ദൗത്യം. നമ്മൾ ഓർണമെന്റിൽ നമ്മളെ ടാങ്കുകളിലോട്ട് വരുമ്പോഴും പ്ലാന്റ് ടാങ്ക് ഒക്കെ ചെയ്യുമ്പോഴും അതിലുണ്ടാകുന്ന ഡെഡ് ആയിട്ടുള്ള ലീഫോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു മീൻ ഡെത്തായി കഴിഞ്ഞാലോ അതിനെല്ലാം കഴിച്ച് തീർക്കുന്നത് ഈ ഷ്രിമ്പ് തന്നെയാണ്. ഒരു മാർക്കറ്റ് റേറ്റ് ബ്രീഡിങ്ങിനൊക്കെ ട്രൈ ചെയ്യുന്നവർക്കെല്ലാം ട്രൈ ചെയ്യാം. അത്യാവശ്യം നല്ല രീതിയിലുള്ള മാർക്കറ്റ് അതിനുണ്ട്.